ഗീതുവിൻ്റെ വീട്ടിൽ അങ്ങനെയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ച അന്ന് രാത്രി അപ്പുറത്ത് ആകാശ് മാഷ് വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു. സാധാരണ 10 മണിക്ക് ശേഷവും നീളുന്ന അവരുടെ വാട്സപ്പ് ചാറ്റുകൾ പെട്ടെന്ന് നിലച്ചു പോയത് അവൻ ശ്രദ്ധിച്ചിരുന്നു. താൻ ഒടുവിൽ അയച്ച വോയിസ് മെസ്സേജിന് മറുപടി ഒന്നും വരാതിരുന്നപ്പോൾ അവൻ പതുക്കെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത്. ചാർജ് തീർന്നതായിരിക്കുമെന്ന് കരുതി അവൻ അന്ന് രാത്രി സ്വയം ആശ്വസിച്ചു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആയിട്ടും ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതായതോടെ ആകാശിൻ്റെ ഉള്ളിൽ ഭയം പതുക്കെ പുകയാൻ തുടങ്ങി. എക്സാം അടുത്തിരിക്കുന്ന സമയമാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ അതോ വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞോ എന്നറിയാതെ അവൻ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കോളേജിലെ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ നേരിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിക്കാനോ അന്വേഷിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം അവനില്ലായിരുന്നു. ഒടുവിൽ സഹികെട്ട് അവൻ ഗീതുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ സനയെ ഫോണിൽ വിളിച്ചു. ആകാശ് മാഷിൻ്റെ വിളി വന്നപ്പോൾ സനയ്ക്കും അത്ഭുതമായി. സന, ഞാൻ ആകാശ് മാഷാണ്. ഗീതുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച്ഡ് ഓഫ് ആണ്. എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്തായി എന്ന് ചോദിക്കാൻ വിളിച്ചതാ. നീ അവളെ ഒന്ന് വിളിച്ചു നോക്കാമോ? ഒരു അധ്യാപകൻ്റെ പക്വതയോടെയാണ് മാഷ് സംസാരിച്ചതെങ്കിലും ആ ശബ്ദത്തിലെ പരിഭ്രമം സനയ്ക്ക് മനസ്സിലായി. ശരി മാഷേ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് സന ഫോൺ വെച്ചു. സന ഉടനെ തന്നെ ഗീതുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും ഫലം അതുതന്നെയായിരുന്നു. വല്ലാത്തൊരു പന്തികേട് തോന്നിയ സന ഒടുവിൽ ഗീതുവിൻ്റെ അമ്മ ശാരദയുടെ നമ്പറിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു. ഫോൺ റിങ് ചെയ്തതും അമ്മയാണ് എടുത്തത്. ഹലോ, ആരാണ്? അമ്മേ, ഞാൻ സനയാണ്, ഗീതുവിൻ്റെ കൂടെ പഠിക്കുന്ന. സന പതുക്കെ പറഞ്ഞു. ആ, സന മോളോ? എന്താ ഇത്ര രാവിലെ ഒരു വിളി? വീട്ടിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പുറത്താരും അറിയാതിരിക്കാൻ അമ്മ തികച്ചും സാധാരണ മട്ടിലാണ് സംസാരിച്ചത്. അമ്മേ, ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. ഇംഗ്ലീഷ് എക്സാമിന് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് ചോദിക്കാൻ വിളിച്ചതാ. സന കാര്യത്തിലേക്ക് കടന്നു. അമ്മ ഒന്ന് മടിച്ചു നിന്നു. മകളുടെ പ്രണയവിവരം അറിഞ്ഞതിൻ്റെ ദേഷ്യവും നാണക്കേടും ഉള്ളിലുണ്ടായിരുന്നെങ്കിലും സനയോടത് പറയാൻ അമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. അമ്മ കള്ളം പറഞ്ഞു. അത് മോളെ, അവളുടെ ഫോൺ പെട്ടെന്ന് കേടായിപ്പോയി. ഡിസ്പ്ലേ എന്തോ കംപ്ലൈൻ്റ് ആയതാ, നന്നാക്കാൻ കൊടുത്തിരിക്കുക. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും സനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. ഗീതുവിൻ്റെ ശബ്ദമൊന്നും കേൾക്കാതെ അവൾക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് സന അടുത്ത അടവ് പറ്റി. അയ്യോ, അങ്ങനെയാണോ അമ്മേ? പരീക്ഷ എടുത്തതല്ലേ, ഫോണും ഇല്ലെങ്കിൽ അവൾക്ക് പഠിക്കാൻ പാടായിരിക്കും. ഞാൻ അങ്ങോട്ട് വരട്ടെ അമ്മേ? അടുത്ത ആഴ്ച പരീക്ഷയല്ലേ, ഞാനും ഗീതവും കൂടി ഒരുമിച്ചിരുന്ന് പഠിച്ചോളാം. കമ്പൈൻ സ്റ്റഡി നടത്തിയാൽ രണ്ടുപേർക്കും ഉപകാരപ്പെടും. സന വളരെ താല്പര്യത്തോടെ ചോദിച്ചു. സനയുടെ ആ ചോദ്യം കേട്ടപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു സംശയം തോന്നി. ഈ കാര്യങ്ങളെല്ലാം സനയ്ക്ക് അറിയാമോ എന്നൊരു ഭയം അമ്മയുടെ ഉള്ളിലൂടെ കടന്നുപോയി. പക്ഷെ സനയെ വളരെ ചെറുപ്പം തൊട്ടേ അമ്മയ്ക്ക് അറിയാവുന്നതാണ്. അവൾ നല്ലൊരു കുട്ടിയാണെന്നും ഗീതുവിൻ്റെ കൂടെ എപ്പോഴും ഉള്ളതാണെന്നും അമ്മയ്ക്കറിയാം. ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഗീത മുറിയിലിരുന്ന് കരയുന്നതിനേക്കാൾ സന കൂടെ ഉണ്ടാകുന്നത് അവൾക്കൊരു ആശ്വാസമായിരിക്കുമെന്നും ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയില്ലല്ലോ എന്നും അമ്മ ചിന്തിച്ചു. അച്ഛൻ്റെ കടുത്ത തീരുമാനങ്ങൾ കാരണം ഗീതുവിൻ്റെ പഠിപ്പ് മുടങ്ങരുതെന്ന് അമ്മയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു. അമ്മ പതുക്കെ പറഞ്ഞു. ആ മോളെ, അത് നല്ലതാ, നീ ഇങ്ങോട്ട് പോരെ. അവൾ മുറിയിലിരുന്ന് പഠിക്കുകയാ. നീ കൂടെ ഉണ്ടായാൽ അവൾക്കും ഒരു കൂട്ടാകും. നീ ഇങ്ങോട്ട് വന്നോളൂ. അമ്മ വരാൻ പറഞ്ഞതോടെ സനയ്ക്ക് ആശ്വാസമായി. അവൾ ഉടനെ തന്നെ ആകാശ് മാഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. മാഷേ, ഗീതുവിൻ്റെ ഫോൺ ചീത്തയായിപ്പോ എന്നാണ് അമ്മ പറഞ്ഞത്. പഠിക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ മാഷിനെ വിളിക്കാം. അത് കേട്ടപ്പോഴാണ് ആകാശിൻ്റെ ശ്വാസം നേരെ വീണത്. എങ്കിലും ഫോൺ കേടായതാണോ അതോ വീട്ടിൽ പിടിച്ചു വെച്ചതാണോ എന്നൊരു സംശയം അവൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. സന അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ അവൻ അക്ഷമയോടെ കാത്തിരുന്നു. അടുക്കളയിൽ ചായയ്ക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് പാത്രങ്ങൾ ഒതുക്കുന്നതിനിടയിലാണ് ശാരദ ഉമ്മറത്തെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. കൈകൾ സാനത്തുമ്പിൽ തുടച്ചുകൊണ്ട് വേഗം വന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ദാസാന നിൽക്കുന്നു. തോളിലൊരു ബാഗും കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുമുണ്ട്.
ആ സനമോളായിരുന്നോ? കയറി വാ. ശാരദ മുഖത്തൊരു നിർബന്ധിത ചിരി വരുത്തി അവളെ അകത്തേക്ക് സ്വീകരിച്ചു. അകത്തേക്ക് കയറി ചുറ്റും നോക്കിയ സന പതുക്കെ ചോദിച്ചു, അമ്മേ, അങ്കിൾ ഇവിടെ ഇല്ലേ? വണ്ടി പുറത്ത് കാണാനില്ല. അങ്കിളൊന്ന് പുറത്തേക്ക് പോയതാ മോളെ, ഇപ്പോൾ വരും. വീട്ടിലെ അസ്വസ്ഥതകൾ പുറത്തറിയിക്കാതിരിക്കാൻ അമ്മ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ അങ്ങ് മുറിയിലേക്ക് ചെന്നോ, ഗീതു അവിടെയുണ്ട്. ഞാൻ ചായ ഇട്ടിട്ട് അങ്ങോട്ട് വരാം. സന പതുക്കെ ഗീതുവിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു. ജനലിലൂടെ വരുന്ന നേരിയ വെളിച്ചത്തിൽ കട്ടിലിൻ്റെ കോണിലിരുന്ന് പുസ്തകം തുറന്നു വച്ചിരിക്കുകയായിരുന്നു ഗീതു. സന വന്നത് കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് മങ്ങി. സന അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. ശാരദ ചായയുമായി മുറിയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും പുസ്തകം തുറന്നു വെച്ച് എന്ത് പഠിക്കുന്ന മട്ടിലാണ് ഇരുന്നിരുന്നത്. അമ്മ ചായ ഗ്ലാസുകൾ മേശപ്പുറത്ത് വെച്ചിട്ടും അവിടെ തന്നെ നിന്നു. ജനലഴികൾ തുടയ്ക്കുന്നതായും പുസ്തകങ്ങൾ ഒതുക്കുന്നതായും ഭാവിക്കുകയാണെങ്കിലും അവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാനായിരുന്നു അമ്മയുടെ നിൽപ്പ്. മകൾക്ക് ഇനിയൊരു അബദ്ധം പറ്റരുതെന്ന അമ്മയുടെ ആകുലത ആ നിൽപ്പിലുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ പ്രത്യേകിച്ചൊരു പന്തികേടും തോന്നാത്തത് കൊണ്ട് ശാരദ പതുക്കെ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോയി. അമ്മയുടെ കാൽപെരുമാറ്റം മാറിയെന്ന് ഉറപ്പായതും സന ഗീതുവിൻ്റെ തൊളിൽ പിടിച്ച് തിരിച്ചു. ഗീതു, എന്താടി ഉണ്ടായത്? നിന്റെ മുഖമെന്ത് എങ്ങനെയിരിക്കുന്നത്? നിന്റെ ഫോണിന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. അമ്മ കള്ളം പറഞ്ഞതാ, സത്യം പറ. സനയുടെ ആ ചോദ്യം കേട്ടതും ഗീതുവിൻ്റെ ഉള്ളിൽ സങ്കടത്തിൻ്റെ അണക്കെട്ട് പൊട്ടി. അവൾ സനയെ കെട്ടിപ്പിടിച്ച് ശബ്ദം പുറത്തു വരാതെ വിതുമ്പിക്കരഞ്ഞു. സന, എല്ലാം കഴിഞ്ഞടി. കരച്ചിലിനിടയിൽ ഗീതു പതുക്കെ പറഞ്ഞു തുടങ്ങി. അന്ന് രാത്രി മാഷിൻ്റെ വോയിസ് മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഹെഡ്ഫോൺ വച്ചിട്ടുണ്ടായിരുന്നില്ല. മാഷ് സംസാരിച്ചത് അമ്മ കൃത്യമായി കേട്ടു. അമ്മ ഫോൺ പിടിച്ച് വാങ്ങി അച്ഛനെ കാണിച്ചു. വീട്ടിൽ വലിയ ബഹളമായിരുന്നു. അച്ഛൻ എന്നെ അടിച്ചു. പരീക്ഷ എഴുതാൻ വിടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അതിന് സമ്മതിച്ചത്. പക്ഷേ ഇനി എനിക്ക് ഫോണില്ല, ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എൻ്റെ എല്ലാം പോയടി. ഗീതുവിൻ്റെ ആ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ സനയുടെ കണ്ണുകളും നിറഞ്ഞു. ഒരു നാട്ടിൻപുറത്തെ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന ആഘാതം സനയ്ക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഗീതുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പെട്ടെന്നാണ് സനയ്ക്ക് ആകാശ് മാഷിൻ്റെ ആ വിളി ഓർമ്മ വന്നത്. മാഷ് അപ്പുറത്ത് എത്രത്തോളം ടെൻഷനിലാണെന്ന് അവൾക്കറിയാം. സന വേഗം തൻ്റെ ചുരിദാറിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ശബ്ദം പുറത്ത് കേൾക്കാത്ത രീതിയിൽ വോളിയം കുറച്ച് അവൾ വേഗം ആകാശ് മാഷിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. രണ്ടാമത്തെ റിങ്ങിൽ തന്നെ ആകാശ് ഫോൺ എടുത്തു. ഹലോ സന, നീ അവിടെ എത്തിയോ? എന്താണ് അവസ്ഥ? സന ഫോൺ പതുക്കെ ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. സ്ക്രീനിൽ ആകാശ് മാഷ് എന്ന് തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഗീതുവിൻ്റെ കൈകൾ വിറച്ചു. അവൾ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു. പക്ഷേ അവളുടെ തൊണ്ട ഇടറിപ്പോയത് കൊണ്ട് ശബ്ദം പുറത്തേക്ക് വന്നില്ല. പകരം ഒരു വിതുമ്പൽ മാത്രമാണ് ആകാശ് കേട്ടത്. ആ ശബ്ദം കേട്ടതേ ആകാശിന് കാര്യം മനസ്സിലായി. അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഗീതു, താനാണോ? ഗീതു, കരയാതെ, എന്താ ഉണ്ടായെന്ന് പറ. ആകാശിൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആകുലത ഉണ്ടായിരുന്നു. മാഷേ, ഗീതു ഫോണിലൂടെ പൊട്ടി പൊട്ടി പറഞ്ഞു. നമ്മളുടെ കാര്യങ്ങളെല്ലാം വീട്ടിലറിഞ്ഞു മാഷേ. അന്ന് മാഷ് അയച്ച ആ വോയിസ് മെസ്സേജ് അമ്മ കേട്ടു. അച്ഛൻ എൻ്റെ ഫോണൊക്കെ വാങ്ങി വെച്ചു. എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്ന് പരാതി പറയുമെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. എനിക്ക് വല്ലാതെ പേടിയായിരുന്നു മാഷേ. എനിക്കിനി മാഷിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പുറത്ത് ആകാശം ഒരു നിമിഷം തരിച്ചു പോയി. താൻ അയച്ച ഒരു മെസ്സേജ് അവളുടെ ജീവിതം ഇത്രയും വലിയൊരു നരകമാക്കുമെന്ന് അവൻ വിചാരിച്ചതേയില്ല. വല്ലാത്തൊരു കുറ്റബോധം അവനെ മൂടി. എങ്കിലും ഈ സമയത്ത് താൻ കൂടി തളർന്നാൽ അവൾ പൂർണ്ണമായും തകർന്നു പോകുമെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ തൻ്റെ ശബ്ദം കുറച്ചുകൂടി പക്വമാക്കി പതുക്കെ പറഞ്ഞു. ഗീതു, നീ പറയുന്നത് സങ്കടത്തോടെ കേൾക്കാനേ ഇപ്പോൾ എനിക്ക് പറ്റുന്നുള്ളൂ. എന്നോട് ക്ഷമിക്ക്. ഞാൻ കാരണമാണ് നിനക്കിതൊക്കെ. പക്ഷെ നീ പേടിക്കരുത്. അച്ഛൻ ദേഷ്യത്തിലായിരിക്കും. അതുകൊണ്ട് നീ ഇപ്പോൾ വീട്ടിൽ ഒന്നിനും മറുപടി പറയാൻ നിൽക്കരുത്. അവർ പറയുന്നതൊക്കെ അനുസരിക്ക്. പരീക്ഷ വരികയല്ലേ, നീ അതിൽ മാത്രം ശ്രദ്ധിക്ക്. ഞാൻ നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കില്ല. സന കൂടെ ഉണ്ടല്ലോ, നീ ഒട്ടും ഒറ്റയ്ക്കല്ല. എല്ലാം ശരിയായും ഗീതു. നീ കരച്ചിൽ നിർത്ത്. മാഷിൻ്റെ ആ വാക്കുകൾ അവൾക്ക് തളർന്നു പോയ മനസ്സിലേക്ക് വല്ലാത്തൊരു തണലായിരുന്നു. എങ്കിലും ജനലിന് പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ഉള്ളിൽ
ഭയം തന്നെയായിരുന്നു. പെട്ടെന്ന് ഉമ്മറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഗീതു ഞെട്ടി വിറച്ചുകൊണ്ട് വേഗം ഫോൺ സനയുടെ കയ്യിലേക്ക് കൊടുത്തു. സന ഫോൺ കട്ട് ചെയ്ത് വേഗം പോക്കറ്റിലിട്ടു. രണ്ടുപേരും വേഗം പുസ്തകത്തിലേക്ക് നോക്കി പഠിക്കുന്നതായി അഭിനയിച്ചു. അവളുടെ മുറിയുടെ വാതിലിനപ്പുറം അച്ഛൻ്റെ കനത്ത കാൽപെരുമാറ്റം പതുക്കെ കേട്ടു തുടങ്ങിയിരുന്നു. അച്ഛൻ മാധവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ ഗീതുവിൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നിയിരുന്നു. ഉമ്മറത്ത് വണ്ടി ഒതുക്കി നിർത്തി കനത്ത കാൽപെരുമാറ്റത്തോടെ അദ്ദേഹം നേരെ നടന്നു വന്നത് ഗീതുവിൻ്റെ മുറിയുടെ മുന്നിലേക്കായിരുന്നു. വാതിലിനടുത്ത് വന്ന് മാധവൻ അകത്തേക്ക് നോക്കി. കട്ടിലിൽ പുസ്തകം തുറന്നു പിടിച്ച് പേടിയോടെ ഇരിക്കുന്ന മകളെയും അരികിലിരിക്കുന്ന സനയെയും അദ്ദേഹം ഒന്ന് രൂക്ഷമായി നിരീക്ഷിച്ചു. മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. ആ, സനമോളായിരുന്നോ? എപ്പോൾ വന്നു? മാധവൻ തൻ്റെ ശബ്ദത്തിലെ കടുപ്പം അല്പം കുറച്ച് ഒരു സാധാരണ മട്ടിൽ ചോദിച്ചു. ഞാൻ കുറച്ചു നേരമായി അങ്കിൾ വന്നിട്ട്. അടുത്ത ആഴ്ച എക്സാം തുടങ്ങുകയല്ലേ, അതാ ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്ന് കരുതിയത്. സന പരങ്ങളോടെ മറുപടി പറഞ്ഞു. അത് നല്ലതാ, നന്നായിട്ടിരുന്ന് പഠിക്കേ. പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ. മാധവൻ ഗീതുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഗീതുവിനോടായി തിരിഞ്ഞു. നോട്ടൊക്കെ കൃത്യമായി എഴുതിയെടുക്കണം. സംശയമുള്ളതൊക്കെ സനയോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ. വെറുതെ സമയം കളയരുത്. ശരി അച്ഛാ, ഗീതു തല താഴ്ത്തി പതുക്കെ പറഞ്ഞു. അവിടെ കൂടുതൽ നേരം നിൽക്കാതെ മാധവൻ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ നിന്നിരുന്ന ശാരദ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. വെള്ളം കുടിച്ച ശേഷം ഗ്ലാസ് സ്ലാബിലേക്ക് വെച്ചുകൊണ്ട് മാധവൻ ശബ്ദം തികച്ചും താഴ്ത്തി ശാരദയോട് സംസാരിക്കാൻ തുടങ്ങി. മുറിയിലിരിക്കുന്ന പെൺകുട്ടികളുടെ കാതിൽ വീഴാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അകത്ത് സന വന്നിരിപ്പുണ്ടല്ലോ, നീ അതൊന്ന് ശ്രദ്ധിച്ചോളണം, മാധവൻ ഗൗരവത്തിൽ പറഞ്ഞു. അത് കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വന്നതല്ലേ, അതിനെന്താ? ശാരദ പതുക്കെ ചോദിച്ചു. നിനക്ക് കാര്യങ്ങളുടെ ഗൗരവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശാരദേ, മാധവൻ ദേഷ്യം അമർത്തിപ്പിടിച്ച് പറഞ്ഞു. അവൾ ഗീതുവിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നവളാ. കോളേജിൽ ആ മാഷുമായിട്ടുള്ള ഈ ഇടപാടുകളൊന്നും സനയ്ക്ക് അറിയാതിരിക്കില്ല. ഗീതുവിൻ്റെ ഫോൺ ചീത്തയെന്ന് നീ കള്ളം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അവളുടെ ഉള്ളിൽ എന്തെങ്കിലും പന്തികേട് തോന്നിയതുകൊണ്ടാവും അവൾ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. കൂട്ടുകാരികളാണ് ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും വഴിതെറ്റിക്കുന്നതും. അയ്യോ, സനമോൾ അങ്ങനത്തെ കുട്ടിയല്ല. അവളെ നമുക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതല്ലേ. ശാരദ സനയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആരെങ്ങനത്തെ കുട്ടിയാണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. കാലം കേടാണ്. അതുകൊണ്ട് അവർ മുറിയിലിരുന്ന് പഠിക്കുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചെന്ന് നോക്കണം. അവർ പഠിക്കുക തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും വർത്തമാനമാണോ എന്ന് നിനക്കൊരു ബോധം വേണം. ഇനി പുറത്തൊരു സംസാരത്തിന് ഞാൻ ഇടവരുത്തില്ല. എൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അത്രയും പറഞ്ഞ് മാധവൻ തൻ്റെ മുറിയിലേക്ക് പോയി. അടുക്കളയിൽ ശാരദ വല്ലാത്തൊരു വിഷമത്തോടെ നിന്നു. മകളെ പൂർണ്ണമായി അവിശ്വസിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ നിസ്സഹായാവസ്ഥ അവളുടെ മുഖത്തുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ ഇരുന്ന ഗീതുവിനും സനയ്ക്കും അച്ഛൻ പറഞ്ഞത് കൃത്യമായി കേൾക്കാൻ പറ്റിയില്ലെങ്കിലും തങ്ങളെക്കുറിച്ചാണ് ആ സംസാരമെന്ന് അവർക്ക് ഊഹിക്കാമായിരുന്നു. സന പതുക്കെ ഗീതുവിൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ഇനി മുന്നോട്ടുള്ള പരീക്ഷാ നാളുകൾ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലായി. തോർത്തുമായി കുളിക്കാനിറങ്ങിയ മാധവൻ ഗീതുവിൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് വീണ്ടും നിന്നു. അദ്ദേഹത്തിന് കനത്ത നിഴൽ മുറിക്കുള്ളിലേക്ക് വീണതും രണ്ട് പെൺകുട്ടികളും കാണാത്തതുപോലെ ഭാവിച്ച് ശ്വാസമടക്കി പിടിച്ച് പുസ്തകത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. മുറിയിൽ കടുത്ത നിശബ്ദത പടർന്ന ആ നിമിഷത്തിലാണ് സനയുടെ പോക്കറ്റിലിരുന്ന ഫോൺ ഉച്ചത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് തുണിയുടെ ഉള്ളിൽ നിന്നും ആ ഫോണിൻ്റെ വൈബ്രേഷൻ ശബ്ദം പുറത്തേക്ക് കേട്ടു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ആ പേര് സനയ്ക്ക് മാത്രം കാണാമായിരുന്നു. അപ്പുറത്തു നിന്നും ആകാശ് മാഷ് വീണ്ടും വിളിക്കുകയായിരുന്നു.